ഐക്യരാഷ്ട്രസഭയിൽ ഭാരതത്തിന് ഉടൻ സ്ഥിരാംഗത്വം നൽകണമെന്ന് ആന്റണി ബ്ലിങ്കൻ. പുരോഗതി നേടുന്ന രാജ്യങ്ങളുടെ സാന്നിധ്യം അന്താരാഷ്ട്ര സംഘടനകളിൽ അനിവാര്യമാണ്. 1945 ലോകമല്ല നിലനിൽക്കുന്നതെന്നും നാളേക്കുള്ള ദീർഘവീക്ഷണം ഇക്കാര്യത്തിൽ അനിവാര്യമാണെന്നും ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു. ഇന്ത്യ, ജർമ്മനി, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾക്ക് UN സെക്യൂരിറ്റി കൗൺസിലിൽ സ്ഥിരാംഗത്വം നൽകണമെന്ന് കാലങ്ങളായി അമേരിക്ക ആവശ്യപ്പെടുന്നുണ്ട്. ഈ രാജ്യങ്ങൾക്ക് സ്ഥിരാംഗത്വം നൽകുന്നതിനുള്ള ചർച്ചകൾ ഔദ്യോഗികമായി തുടങ്ങിവെക്കുന്നുവെന്നും ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു. അടിയന്തരമായി UN സെക്യൂരിറ്റി കൗൺസിൽ സ്ഥിരാംഗത്വം 3 രാജ്യങ്ങൾക്കും നൽകണമെന്നും അദ്ദേഹം UN ഫ്യൂച്ചർ സമിറ്റിൽ വ്യക്തമാക്കി. In addition to the permanent seats for countries we've long endorsed, Germany, Japan, India, the United States supports starting negotiations on council reforms immediately. The Pact for the Future does not include every priority, every reform that we believe the UN needs, but it is a significant step towards strengthening and evolving this institution that every member state should get behind and work to achieve. ഇതോടൊപ്പം ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് രണ്ടും പുരോഗതി കൈവരിക്കുന്ന ദ്വീപ് രാഷ്ട്രങ്ങൾക്ക് കൃത്യമായ ഇടവേളകളിൽ മാറിവരുന്ന ഒരു സീറ്റും ഉറപ്പാക്കണം. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്കും കരീബിയൻ രാജ്യങ്ങൾക്കും സ്ഥിരം അംഗത്വം ഉറപ്പാക്കണമെന്നും ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു. Reforming the UN Security Council to better represent the developing world and, more broadly, the world as it is today. The United States believes that this should include 2 permanent seats for Africa, 1 rotating seat for small island developing states, permanent representation for Latin America and the Caribbean. 1945 UN രൂപീകരിക്കുമ്പോഴുള്ള സാഹചര്യമല്ല, മാറ്റങ്ങൾ അനിവാര്യമെന്നും ആന്റണി ബ്ലിങ്കൻ UN ഫ്യൂച്ചർ സമിറ്റിൽ പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.